السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം റഹിമഹുല്ലാഹു തആല ബിൻ മുശൽ അസീസ് 2020 ജൂലൈ മാസം 10-ാം തീയതി പ്രാർത്ഥനകൾ അഥവാ ദുആ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ജുമുഅ ഖുത്ബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വിശുദ്ധ ഖുർആൻ സൂറ നംലിലെ 27-ാം അധ്യായമായ നംലിലെ 63-ാമത്തെ വചനം പാരായണം ചെയ്യുകയും അത് വിശദീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ശിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹുൻ മഅല്ലാഹി ഖലീലൻ മാ തദക്കറൂൻ. അല്ലെങ്കിൽ വിഷമത്തിലകപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം നൽകുകയും വിഷമം നീക്കുകയും നിങ്ങളെ ഭൂമിയിൽ ഖലീഫകളാക്കുകയും ചെയ്തവനോ ആരാണ് ഉത്തമൻ? അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ദൈവവുമുണ്ടോ? കുറച്ചു മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. മനുഷ്യൻ പല രീതിയിലുള്ള പ്രയാസങ്ങളെ ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കേണ്ടതായി വരും. പ്രസ്തുത പ്രയാസങ്ങളെ നീക്കം ചെയ്യുന്നതിന് അല്ലാഹു തആല മനുഷ്യന് വഴികൾ തുറന്നു വച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാന വഴി അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, കഷ്ടപ്പാടുകൾക്ക് അവൻ പരിഹാരം കാണുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ. ഇന്ന് നമുക്കെന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുകയോ അവനോട് സഹായം ചോദിക്കുകയോ അവനോട് ദുആ ചെയ്യുകയോ ചെയ്യാതെ അവർ ഉടൻ തന്നെ ഏറ്റവും സമീപത്തുള്ള അവർ കരുതുന്ന ശ്രേഷ്ഠമായ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവർ വിചാരിക്കുന്നു അവിടുത്തെ ആശുപത്രികളും അവിടുത്തെ ജീവനക്കാരും അവരുടെ പ്രയാസത്തിന് പരിഹാരം കാണും എന്ന് കരുതിയാണ് അവർ അപ്രകാരം പോകുന്നത്. എന്നാൽ അവരെയും നമ്മളെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ ലോക ജീവിതം നയിക്കാമെന്നും ഈ ലോകത്തിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാമെന്നും അതുപോലെ മരണാനന്തരം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് അപ്പോൾ അവരാരുടെ മുമ്പിലേക്കാണ് കടന്നു പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാഹു തആല പറയുന്നു, അമ്മൻ യുജീബുൽ മുദ്തറ.
അതിയായ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, ദുഃഖത്തിൽ അകപ്പെട്ടു പോകുന്നവൻ ആരാണ് ഉത്തരം നൽകുന്നത്? ഇദാ ദഅാഹു, അവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, വയക്ഷിഫു സുആ, അവൻ്റെ ആ പ്രയാസത്തെ, ആ ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുന്നത് ആരാണ്? വയജഅലുക്കും ഖുലഫാ അൽ അർദി, ഈ ഭൂമിയിലെ ഖലീഫമാരാക്കി എന്ന് പറഞ്ഞാൽ പ്രതിനിധികളാക്കി, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാക്കിയിരിക്കുന്നത് നിങ്ങളെ, വയജഅലുക്കും, നിങ്ങളെ ആക്കിയിരിക്കുന്നു, ഖുലഫാ അൽ അർദി, ഭൂമിയിലെ പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. അവൻ്റെ പ്രതിനിധികളാണ്, അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. ഇലാഹുൻ മഅല്ലാഹി, ഇനി അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അവൻ്റെ പ്രതിനിധികളായി ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആരെങ്കിലുമാണോ? നിങ്ങളെ രക്ഷിക്കുമെന്ന് കരുതുന്നവരാരെങ്കിലുമാണോ? അങ്ങനെയുള്ള ആളുകൾ പോലും രക്ഷാമാർഗം കാണാതെ ആരെ രക്ഷിക്കും എന്നറിയാതെ അവരും ഉഴലുകയാണ്. അവർ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും നിസ്സഹായനാണ്. ഡോക്ടർമാർ, ആശുപത്രികൾ, മരുന്നുകൾ എല്ലാം ഉണ്ടായിരിക്കെ ഡോക്ടർമാർ മരിച്ചു പോകുന്നില്ലേ? അവർക്ക് വല്ലതും രക്ഷിക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ അവർ സ്വയം രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ വിളിക്കുന്നവനും വിളിക്കപ്പെടുന്നവനും നിസ്സഹായനാണ്. എന്നാൽ നിസ്സഹായനല്ലാത്ത ഒരുവനുണ്ട്. അത് നിങ്ങളെ ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കിയവനാണ്. അത് അല്ലാഹുവാണ്. നിങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ, ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതന്നത് അവനാണ്. അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് അവൻ ഈ പ്രയാസം നിങ്ങളുടെ മുമ്പാകിൽ ഇട്ടു തന്നത്. ഇലാഹുൻ മഅല്ലാഹി, അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടെന്ന് നിങ്ങൾ കരുതുന്നോ? രക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ മറ്റൊരു ഇലാഹ്, മറ്റൊരു ആരാധ്യൻ, മറ്റൊരാൾ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുകയാണോ? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത്. ചിന്തിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ അഭയമാർഗം തേടി ഈ പരക്കം പാച്ചിൽ നടത്തുന്നത്. ആയതിനാൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുമെന്നും നിങ്ങളെ അവനാണ് ഈ ഭൂമിയിലെ പ്രതിനിധികളാക്കിയിരിക്കുന്നതാണെന്നും അവൻ എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ നിങ്ങളുടെ ഈ പ്രതിനിധാന സൗകര്യം അവൻ എടുത്തു കളഞ്ഞ് നിങ്ങളെ അവൻ തിരിച്ച് ഈ ഭൂമിയിൽ ഇല്ലാത്ത നിലയിലേക്ക് മാറ്റുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങളൊരല്പം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ ദിവ്യമായ അധ്യാപനങ്ങൾ, പാഠങ്ങൾ നമ്മുടെ സമസ്ത പ്രയാസങ്ങളും ദൂരീകരിക്കുവാൻ, അള്ളാഹുവിലേക്ക് തിരിയുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും, അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തുവാനും, അങ്ങനെ സമാധാനവും ശാന്തിയും കണ്ടെത്തിയ ആത്മാക്കളെ അല്ലാഹു തആല അവനിലേക്ക് സമാധാനപൂർവ്വം തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഇരുലോകത്തും ലഭ്യമാകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിക്കുക. അല്ലാഹുവിനോട് മാത്രം നിങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടഴിച്ച് വയ്ക്കുക. അവൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ആ റബ്ബ് സുബ്ഹാനഹു തആല തന്നെ പരിഹാരം നൽകി നമ്മെ സംരക്ഷിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.